ഈ ലോകത്ത് 3 ധർമ്മങ്ങളുണ്ട്, ഇല്ലേ? ഒന്ന് ഉണ്ടാകുക എന്നൊരവസ്ഥയുണ്ട്, മറ്റൊന്ന് മരിക്കുക എന്നുണ്ട്. ഈ രണ്ടുപേർക്കുള്ളത് ജീവിക്കുക. നമ്മൾ കണക്ക് പറയുന്ന പോലെ ഒരു പോയിന്റ് എടുക്കുക, വേറൊരു പോയിന്റ് എടുക്കുക, യോജിപ്പിക്കുക, രേഖയായി. അതുപോലെ ജനിക്കുക, ജീവിക്കുക, മരിക്കുക, ഉണ്ടാവുക, നിലനിൽക്കുക, ഇല്ലാതാവുക. ഇത് നമ്മൾ പറയും സൃഷ്ടി, സ്ഥിതി, സംഹാരം. എല്ലാറ്റിനും അതുണ്ട്. ഒരു കൂണ് രാവിലെ ജനിച്ച് ഉച്ചയ്ക്ക് പരാഗം പലർത്തി വൈകുന്നേരം ഇല്ലാതായി പോകുന്നു. ഒരു തെങ്ങ് 150 കൊല്ലം നിൽക്കുന്നു. ഒരു നെല്ല് 5-8 ജയോ 30 ദിവസമോ 60 ദിവസമോ 90 ദിവസമോ നിൽക്കുന്നു. ഒരു വാഴ 10 മാസം നിൽക്കുന്നു. ആല 1500 കൊല്ലം നിൽക്കുന്നു. മനുഷ്യൻ നമ്മൾ ഇവിടെ ഒരു ജന്മം കൊണ്ട് ചെയ്യുന്ന 60 വയസ്സോ 70 വയസ്സോ കൊണ്ടോ ചെയ്യുന്നത് ഈയാമ്പാറ്റ ഇതാ 5 മിനിറ്റ് കൊണ്ട് ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ചെറുതായാലും വലുതായാലും ഉണ്ടായെങ്കിൽ നിലനിൽക്കും, നിലനിന്നാൽ നശിക്കും. കാലവ്യത്യാസമേ പ്രശ്നമുള്ളൂ. ഭൂമി ഉണ്ടായെങ്കിൽ ഭൂമി നിലനിൽക്കും, ഭൂമി നശിക്കും. സൂര്യൻ ഉണ്ടായെങ്കിൽ സൂര്യൻ നിലനിൽക്കും, ഇല്ലാതാകും, സംശയം വേണ്ട. ഇതാര് ചെയ്യുന്നു? ഈശ്വരൻ ചെയ്യുന്നു. ഒരു സർക്കാരിന്റെ പല ഡിപ്പാർട്ട്മെന്റുകൾ പോലെ, ഒരു വസ്തുവിന്റെ പല ഗുണങ്ങൾ പോലെ ഈശ്വരന്റെ തന്നെ ധർമ്മമാണ്. ഒരു വിളക്ക് കൊളുത്തി വെച്ച് കഴിഞ്ഞാൽ അതിന് ചൂടൊരു ധർമ്മമാണ്, പ്രകാശം ഒരു ധർമ്മമാണ്. നമ്മൾ പറയാ, ചേട്ടാ ആ ചൂടെനിക്ക് വേണ്ട, അത് നിങ്ങളെടുത്തു, കൈകൊള്ളും, വെളിച്ചെങ്കിലോ ഞാനൊന്ന് വീട്ടിൽ പോകട്ടെ എന്ന് പറഞ്ഞാൽ നിവൃത്തിയില്ല. അതുപോലെ വെളിച്ചം നിങ്ങളെടുത്തോ, ചൂടിങ്ങിതാ ഞാനൊന്ന് ഇത്തിരി ഇട്ടു എന്ന് പറഞ്ഞാൽ നിവൃത്തിയില്ല. വിളക്കിന്റെ അഗ്നിയുടെ ധർമ്മമാണ് കൊള്ളുക എന്നുള്ളതും അതേസമയം പ്രകാശിപ്പിക്കുക എന്നുള്ളതും. പ്രകാശമല്ല ചൂട്, ചൂടല്ല പ്രകാശം, പക്ഷേ രണ്ടും ചേർന്നതാണ് അഗ്നി. അതുപോലെ ഈശ്വരന്റെ സൃഷ്ടിയല്ല സ്ഥിതി, സ്ഥിതിയല്ല സംഹാരം, പക്ഷേ 3ഉം ചേർന്നതാണ് ഈശ്വരൻ. അതുകൊണ്ട് പറഞ്ഞു, ഈശ്വര നീ സൃഷ്ടിസ്ഥിതി സംഹാരകാരകനാണ്. സൃഷ്ടിക്കുന്ന ശക്തിക്ക് പറഞ്ഞു ദൈവം, ബ്രഹ്മാവ് ദൈവമാണ്. പരിപാലിക്കുന്ന ശക്തിക്ക് ദൈവം എന്ന് പറഞ്ഞു, ആ ദൈവത്തിനെ വിഷ്ണു എന്ന് വിളിച്ചു. സംഹരിക്കുന്ന വിലയിപ്പിക്കുന്ന ശക്തിക്ക് പറഞ്ഞു ശിവൻ, അതും ദൈവം തന്നെ. അങ്ങനെ ഒന്നായ ദൈവത്തിന് 3 ഫംഗ്ഷൻ അനുസരിച്ച്, ഇംഗ്ലീഷ് വാക്ക് ഫംഗ്ഷൻ, കർമ്മം അനുസരിച്ച്, 3 ഉത്തരവാദിത്വം അനുസരിച്ച് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെന്ന് പറഞ്ഞു സൃഷ്ടിസ്ഥിതികൾ അവിടെ ആരംഭിച്ചു. ഒന്ന്. രണ്ടാമത്, നമ്മളൊക്കെ ജനിച്ചല്ലോ. നമ്മൾ മനുഷ്യർക്കൊക്കെ ഒരു അച്ഛനുണ്ടെങ്കിൽ ഒരു അമ്മയുണ്ട്, ഉറപ്പാണ്, ഇല്ലേ? ഇല്ല എന്ന് പറഞ്ഞാലും ശരി, അച്ഛനുമുണ്ട് അമ്മയുമുണ്ട്. ഒരുവിധം ജന്തുക്കൾക്കൊക്കെ അച്ഛനും അമ്മയുമുണ്ട്. ഞാൻ പറയുകയാണ്, ഞാൻ പുരുഷനാണ്, കേവനാണ്, ഇല്ലേ? പക്ഷേ എനിക്കൊരു അമ്മയുണ്ട്, അമ്മ സ്ത്രീയാ. സഹോദരിയുണ്ട്, പെണ്ണാണ്. 2 പെൺമക്കളുണ്ട്, ഞാൻ മഹാകേവനാണ്, പുരുഷനാണ്. സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയായി? 2 പെൺകുട്ടികളായി ജനിച്ചത്. കാരണം ഞാൻ പുരുഷനായിരിക്കുമ്പോൾ തന്നെ ഇന്ന് സ്ത്രീയുടെ അംശമുണ്ട്. അമ്മയുടെ ഷെയറും അച്ഛന്റെ ഷെയറും കൂടെ ചേർന്നുള്ള കൂട്ടുകൃഷിയാണ് ഈ ശരീരം, ഇല്ലേ? അതിൽ തന്നെ എൻ്റെ അമ്മയുടെ പങ്ക് ഉണർന്നപ്പോഴാണ് പെൺകുട്ടികൾ ഉണ്ടായത്. അച്ഛന്റെ ഷെയർ വീട് വെച്ചപ്പോഴാണ് ആൺകുട്ടികൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഓരോന്നിനും, ഈ പ്രപഞ്ചത്തിൽ എല്ലാറ്റിനും ഈ അവസ്ഥകളുണ്ട്. കറന്റ് ആണെങ്കിൽ പോസിറ്റീവും ഉണ്ട്, നെഗറ്റീവും ഉണ്ട്, ന്യൂട്രലും ഉണ്ട്. ഈശ്വരൻ സ്വയം പുരുഷശക്തിയാകുന്നു, സ്വയം സ്ത്രീശക്തിയാകുന്നു. ഈ രണ്ടും കൂടെ ചേരുമ്പോൾ രണ്ടും അല്ലാത്ത ഒരവസ്ഥ, 2 കെട്ടതല്ല കേട്ടോ, 2ഉം അല്ലാത്തൊരവസ്ഥയ്ക്ക് നമ്മൾ പറയുന്നു നപുംസകാവസ്ഥ, ബ്രഹ്മാവസ്ഥ. അങ്ങനെ എന്തെന്ന് വിവേചിക്കാൻ അറിയാത്ത നതത്ര സൂര്യോപാധി നചന്ദ്രതാരകം എന്ന് പറയുന്ന തസ്യഭാസ ലോകവിധം എന്ന് പറയുന്ന ആ തത്വം ഉണ്ടല്ലോ, ആത്മതത്വം. ഇപ്പം ഞാൻ ആണാണ്, പക്ഷേ എൻ്റെ ആത്മാവാണോ പെണ്ണോ എന്ന് എനിക്കറിയില്ല. എന്താണെന്നറിയില്ല. എൻ്റെ ഭാര്യ പെണ്ണാണ്, അതുകൊണ്ടാണല്ലോ പ്രസവിച്ചത്, പക്ഷേ ആത്മാവാണോ പെണ്ണോ എന്നറിയില്ല. കുഞ്ഞുങ്ങൾ 2ഉം പെണ്ണാണ്, പക്ഷേ അവരുടെ ആത്മാവ് എന്താണെന്നറിയില്ല. ആ ആത്മസ്ഥാനത്ത് ആണെന്നോ പെണ്ണെന്നോ വ്യവച്ഛേദിച്ച് പറയാൻ വയ്യാത്ത അവസ്ഥയെ നമ്മൾ പറയുന്നു നപുംസകാവസ്ഥ. അതിന് പറയും ബ്രഹ്മം. ഈശ്വരൻ പൂർണ്ണമായി നിൽക്കുമ്പോൾ, സൃഷ്ടിപ്രക്രിയയിൽ ഏർപ്പെടാത്ത സമയത്ത് നിൽക്കുമ്പോൾ അതിന് ബ്രഹ്മമെന്ന് പറയുന്നു. അത് പുരുഷശക്തിയാകുമ്പോൾ ഭഗവാൻ, ദേവൻ, ദേവി എന്നൊക്കെ പറയുന്നു. മുത്തപ്പൻ, കുട്ടിച്ചാത്തൻ എന്ന് പല പേരുകൾ പറയുന്നു. പുരുഷ രൂപത്തിൽ പറയുന്നതൊക്കെ ഈശ്വരൻ, ഈശ്വരന്റെ ആൺരൂപം. സ്ത്രീ രൂപത്തിൽ പറയുന്നതൊക്കെ ഈശ്വരന്റെ പെൺരൂപം. അമ്മയായാലും മുത്തശ്ശിയായാലും, ഇവിടെയൊക്കെ മുത്തശ്ശിയാർക്കാവുകളും ഉണ്ട്, ഒക്കെ സ്ത്രീ രൂപം. ആലോചിച്ച് നോക്കിയാൽ ഇത് നമ്മുടെ സൃഷ്ടികളിലല്ലേ. ഇപ്പൊ ചെടികളിൽ നോക്കിയാൽ നമ്മൾ ജാതി ഉണ്ടല്ലോ, ഈ ജാതി എന്ന് പറയുന്ന സാധനം, അത് നടുമ്പോൾ ആൺജാതിയും പെൺജാതിയും പ്രത്യേകമുണ്ട്. കറമൂസ് ഇവിടുത്തുകാർ പറയുന്ന കപ്പളം നടുമ്പോൾ ആൺകപ്പളവും പെൺകപ്പളവും വെവ്വേറെയാണ്. നെല്ലി നടുമ്പോൾ ആൺനെല്ലിയും പെൺനെല്ലിയും വേറെയാണ്. ചെടികളിൽ പോലും ചിലതിൽ ആൺശക്തി വേറെ, പെൺശക്തി വേറെ. ഈന്തില്ലേ സൈക്കസിൽ ആൺശക്തിക്ക് ഒരു കോണുണ്ട്, പെൺശക്തിക്ക് കായുണ്ട്. മറിച്ചൊരു തേങ്ങ കായ്ക്കുമ്പോഴോ ഈ തേങ്ങയുടെ അച്ഛൻ തേങ്ങ എന്താ, അമ്മ തേങ്ങ ഏതാന്ന് ചോദിച്ചാലോ ബുദ്ധിമുട്ട്. ഒരു നെല്ലിക്ക കഴിക്കുമ്പോൾ ഇത് അച്ഛൻ ഏതാ അമ്മ ഏതെന്ന് ചോദിച്ചാൽ അത് ആൺതെങ്ങ് അച്ഛൻ, ആൺനെല്ലി അച്ഛൻ, ഇത് പെൺനെല്ലി അമ്മ എന്ന് പറയാം. കറമൂസിന് പറയാം ഇതാണ്, ഇത് പെണ്ണെന്ന് പറയാം. പക്ഷേ ഒരു തെങ്ങിനോ ഒരേ തടിയിൽ തന്നെ
ഒരേ കുലയിൽ തന്നെ ആൺപൂവുണ്ട് പെൺപൂവുണ്ട്. കപ്പളത്തിന്റെ കാര്യമൊക്കെ പോട്ടെ, നമ്മൾ സാധാരണ ചെടികൾ എടുത്തോളൂ. വെള്ളരി നടുമ്പോഴോ കുമ്പളം നടുമ്പോഴോ പാവല് നടുമ്പോഴോ ഒരു മുട്ട് ആൺപൂവാണെങ്കിൽ ഒരു മുട്ട് പെൺപൂവായിരിക്കും. ആ ആൺപൂവിലെ അതാ ചെടിയിലെ ഒരു തണ്ടിലെ ആൺപൂവിന്റെ പരാഗം അതേ തണ്ടിലെ പെൺപൂവിൽ വീണിട്ട് ഒരു കായാകുന്നു. ഈ കുമ്പളങ്ങയുടെ അച്ഛൻ ഏതാന്ന് ചോദിച്ചാൽ ആകെ വിഷമിച്ചില്ലേ? അത് തന്നെയാണ്. അതുകൊണ്ട് ഭാരതീയർ പറയുന്നു, ഈശ്വരൻ ഒരേ സമയം പല ശക്തികളുണ്ട്. അത് ആൺശക്തിയും പെൺശക്തിയും ചേർന്നും കാണാം, രണ്ടായിട്ടും കാണാം. ഇനി ജീവികളിലുമുണ്ട്. നമ്മളിപ്പോൾ ഈ ചേമ്പ് ചേനയൊക്കെ പറിക്കുന്ന സമയമാണല്ലോ, അത് വാഴ പറിച്ചു നടുന്ന സമയമാണല്ലോ. പറിച്ചു നടുമ്പോൾ ഈ മണ്ണര എർത്ത് എന്ന് പറയുന്ന സാധനമുണ്ട്. തൂമ്പ കൊണ്ടാൽ രണ്ട് വഴിക്ക് പോകും. കാടുകളിലൊക്കെ പോയാൽ ഈ സർവൈവറെ പോലെ നടക്കുന്ന നൂലട്ടയില്ലേ, അത് നമ്മൾ ബ്ലേഡ് കൊണ്ട് മുറിച്ചാൽ, കൊച്ചുനാളെ മുറിച്ചിട്ടുണ്ട്, 5 കഷ്ണം മുറിച്ചാൽ 5 നടക്കുക. നമ്മൾ നോക്കിയിട്ട് പറയില്ലേ അച്ഛനേതാ അമ്മയേതാന്ന് ചോദിച്ചാൽ അത് അച്ഛനും അമ്മയും തന്നെയാണ്. കാരണം ആണും പെണ്ണും അതിനകത്ത് തന്നെയുണ്ട്, ഇല്ലേ? ഈ രണ്ടും അതിനകത്ത് തന്നെയുണ്ട്. അതുപോലെ മറിച്ച് ആകെ എന്താ മാർഗം? അതിന്റെ ശക്തി ഇല്ലാതാക്കുക. ലേശം മണ്ണെണ്ണ ഒഴിക്കുക, ലേശം ചുണ്ണാമ്പ് വെക്കുക, അല്ലെങ്കിൽ ഒരു തീക്കൊള്ളി വെക്കുക, അത് ഉരുകിപ്പോയിക്കൊള്ളും. അല്ലെങ്കിൽ ആണും പെണ്ണും ഒന്നായിട്ട് നിൽക്കുന്നു. ചില ജീവജാലങ്ങളിലും ചില സസ്യങ്ങളിലും പോലും ആൺശക്തിയും പെൺശക്തിയും ചേർന്നിരിക്കുന്നു. പക്ഷേ മിക്കവാറും ജീവികളിൽ ബഹുഭൂരിപക്ഷവും ആൺശക്തിയും പെൺശക്തിയും വെവ്വേറെയായിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ പറയും ഈശ്വരൻ അച്ഛനുമാണ്, ഈശ്വരൻ അമ്മയുമാണ്, ഈശ്വരൻ അർദ്ധനാരീശ്വരനാണ്. ശിവനെ കുറിച്ച് പറയുമ്പോൾ ഉമാമഹേശ്വരൻ എന്ന് പറയും, വിഷ്ണുവിനെ കുറിച്ച് പറയുമ്പോൾ ലക്ഷ്മി നാരായണൻ എന്ന് പറയും, ബ്രഹ്മാവിനെ കുറിച്ച് പറയുമ്പോൾ സരസ്വതിയോട് ചേർന്ന ബ്രഹ്മാവെന്ന് പറയും. ഇതാണ് ഭാരതീയ മൂർത്തി പൂജയുടെ അടിസ്ഥാനം. ഒന്നോ പലതോ ഒന്നാണ്. പക്ഷെ പലതും നമുക്ക് ഇഷ്ടപ്പെടാം. എനിക്ക് തീയുടെ അഗ്നിയുടെ ചൂടാണ് ഇഷ്ടമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് സ്വീകരിക്കാൻ അവകാശമുണ്ട്. പക്ഷേ നിങ്ങൾക്ക് അതിന്റെ പ്രകാശത്തെ തള്ളിപ്പറയാൻ അവകാശമില്ല. എനിക്ക് അഗ്നിയുടെ പ്രകാശമാണ് ഇഷ്ടം, സ്വീകരിച്ചോളൂ, പക്ഷേ ചൂടിനെ തള്ളിക്കളയാൻ നിങ്ങൾക്ക് അവകാശമില്ല. അതുപോലെ ഈശ്വരന്റെ പല രൂപങ്ങൾക്ക് സ്വീകരിക്കാം, എനിക്ക് ഇതാണെന്ന് പറയാം. ഇറ്റ് ഈസ് റിലീജിയസ് ഡെമോക്രസി. അവനവന്റെ ബുദ്ധിക്കും പ്രാപ്തിക്കും അനുസരിച്ച് അവനവൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യം, അതൊരു ജനാധിപത്യമല്ലേ? ഓരോരുത്തരുള്ള അംഗീകാരമല്ലേ? ഓരോ വ്യക്തിക്കുള്ള അഭിമാനമല്ലേ? ചങ്ങാതി, നിനക്ക് നിന്റെ മനസ്സിന്റെ അനുസരിച്ച്, നിന്റെ താല്പര്യത്തിനനുസരിച്ച്, നിന്റെ അഭിരുചിക്കനുസരിച്ച് ഈശ്വരനെ എങ്ങനെയും ആരാധിക്കാം. നിനക്ക് വെള്ളം ഉരുണ്ട പാത്രത്തിൽ വേണമോ പരന്ന പാത്രത്തിൽ വേണമോ എന്ന് ചോദിക്കുന്നത് പോലെ മാത്രമേ ഉള്ളൂ ഏത് മൂർത്തിയെ ആരാധിക്കണം. ഭാരതീയർ അസന്ദിഗ്ധമായിട്ട് പറയുന്നു ഈശ്വരന് രൂപമില്ല, 1-ാം പാഠം. അതുകൊണ്ട് ഈശ്വരന് രൂപമുണ്ട്, 2-ാം പാഠം. ദയവായി 1-ാം പാഠം മാത്രം പഠിച്ചതിന് ശേഷം 2-ാം പാഠം തെറ്റെന്ന് പുരപ്പുറത്ത് കയറിയെന്ന് കൂവരുത്. കാര്യങ്ങൾ കുറെ കൂടെ ആഴത്തിൽ പഠിക്കണം. ദയാനന്ദ സരസ്വതിക്ക് ഈ 2-ാം പാഠം അറിയില്ലായിരുന്നു. അതുകൊണ്ട് 1-ാം പാഠം പറഞ്ഞു, സ്വാമി യു ആർ കറക്റ്റ്, 10% കറക്റ്റ്. പക്ഷേ സ്വാമി 2-ാം ക്ലാസ്സിൽ യു ആർ വട്ടപൂജ്യം. SLCക്ക് റാങ്ക് കിട്ടിയയാള് പ്രീഡിക്ക് കുഴപ്പി തോക്കാറുണ്ട്, ഞാൻ കാണാറുണ്ട്. 510 മാർക്ക് വാങ്ങിച്ച് ബയോളജിക്ക് ചേരുന്നവൻ തോക്കാറുണ്ട്. അതുപോലെ ദയാനന്ദ സരസ്വതി വേദാന്തത്തിന്റെ കാര്യത്തിൽ ജയിച്ചു, വിഗ്രഹാരാധനയുടെ കാര്യത്തിൽ തോറ്റു, ഭാരതം അംഗീകരിച്ചില്ല. ദയാനന്ദ സരസ്വതി പ്രമാണമല്ല. ഭാരതീയരെ ഒരിക്കലും വിഗ്രഹാരാധന എന്താണെന്ന് പറയാം. ഈശ്വരനുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെയാകണമെന്നുണ്ടല്ലോ. അവതാരം എന്നൊരു സങ്കല്പമുണ്ട്. എന്താ അവതാരം? ടു കം ഔട്ട് എന്നർത്ഥമുണ്ട്. ഒരു റൂമിൽ നിന്ന് പുറത്തേക്ക് വരുന്നൊരു അവതാരം ടു കം ഔട്ട് എന്നർത്ഥമുണ്ട്. ടു കം ഡൗൺ, ഇറങ്ങി വരിക എന്നർത്ഥമുണ്ട്. ടു എമേർജ് എന്ന് അർത്ഥമുണ്ട്, പൊങ്ങി വരിക എന്നർത്ഥമുണ്ട്. ലേശം പയറ് വിത്ത് ഇടുക എന്ന് വിചാരിച്ചോളൂ, അല്പം നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ മേയ് കവിൻ ചോദിച്ചിങ്ങനെ തലപൊക്കി കാണിക്കുക അല്ലേ? അതുവരെ നമുക്ക് നോക്കിയാൽ മണലും പയറും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. അല്പം അറക്കപ്പൊടിയിട്ട് അല്ലെങ്കിൽ മണ്ണിലിട്ട് നനച്ചു കൊടുത്താൽ അതിനകത്ത് ജീവൻ പ്രത്യക്ഷപ്പെടും, പുറത്തു വരിക. ഇതിനാണ് അവതാരം എന്ന് പറയുക. ഈ ലോകം മുഴുവൻ, സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഈ ലോകജാലങ്ങളെ മുഴുവൻ സൃഷ്ടിച്ച ഈശ്വരന് സ്വയം വന്നുകൂടെ? എന്താ ഈശ്വരനെ ആരെങ്കിലും വിലക്കിയിട്ടുണ്ടോ? ഈശ്വരന് വരണമെങ്കിൽ വരാം, അത് അദ്ദേഹത്തിന്റെ ഇഷ്ടമാണ്. നമ്മൾ കയറി ഇടപെടണ്ട. നമ്മൾ ആരാ ഈശ്വരന്റെ കങ്കാണിയോ ഹോൾസെയിൽ ഏജന്റോ ജാമ്യക്കാരനൊന്നുമല്ല. ഈശ്വരന്റെ കാര്യസ്ഥനും വക്കീലും ആരും ആകണ്ടെന്ന് ഭാരതം പറയുന്നു. ഈശ്വരൻ ഇഷ്ടമുള്ള രൂപത്തിൽ വരാം, സ്ഥിരമായിട്ട് വരാം, താൽക്കാലികമായിട്ട് വരാം, ഒരു വ്യക്തിയിലൂടെ വരാം. ഇങ്ങനെ എങ്ങനെ വന്നാലും ശരി, ആ വന്നതിന് പറയും ഈശ്വരന്റെ രൂപം. അപ്പൊ നമ്മൾ വിഗ്രഹങ്ങളൊക്കെ വെച്ച് ആരാധിക്കുന്നുണ്ട്. ഈ കാന്തം അല്ലെ, ഒരു ഇരുമ്പ് കഷ്ണം എടുക്കുന്നു, അത് കുറെ നേരം കാന്തവുമായി സമ്പർക്കം കൂടുകയാണെങ്കിൽ കുറെ കഴിഞ്ഞാൽ അത് കാന്തമായിട്ട് മുട്ടുസൂചിയോട് പറയും വാ വാ. ഇവിടെ ഒരു മുട്ടുസൂചി ഇരിക്കുന്നു, ഇവിടെ ഒരു കാന്തം ഇരിക്കുന്നു. മുട്ടുസൂചിക്ക് അസ്വസ്ഥത, ഞാനിങ്ങോട്ട് വരട്ടെ, മേയ് കമിൻ കമിൻ ചോദിക്കുന്നു. കമോൺ കമോൺ, കാന്തം പറയുന്നു. ഒരു പരിധി കഴിയുമ്പോൾ കൂട്ടിയൊട്ടിക്കഴിഞ്ഞാൽ മുട്ടുസൂചി പറയും ഞാനും കാന്തമാടൂ. അതുപോലെ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ശക്തിയെ നമ്മുടെ ഉള്ളിലേക്ക് ആക്കുന്നു. അതിനാണ് യോഗം എന്ന് പറയുക.
നമ്മൾ ബാറ്ററി ഇല്ലേ, ഡ്രൈ സെൽ, ഈ ബാറ്ററി നമുക്ക് കടിക്കാം, കളിക്കാം, ഒക്കെ ചെയ്യാം. പക്ഷേ ഈ ബാറ്ററിക്ക് ചാർജ് ഉണ്ടെന്ന് അറിയുകയാ, പോസിറ്റീവും നെഗറ്റീവും കൂടെ കണക്ട് ചെയ്യുമ്പോൾ ചാടി വരുന്നു, സ്പാർക്ക് ചെയ്തു, ചാർജ് ഉണ്ട് കേട്ടോ, ടോർച്ചിലിടാം, അല്ലെങ്കിൽ ബാറ്ററി ബൾബിലിടാം, എവിടെയെങ്കിലുമൊക്കെ അല്ലേ നമുക്ക് മൊബൈലിലിടാം ഒക്കെ പറയും നമ്മൾ, അല്ലേ, ട്രാൻസിസ്റ്ററിലിടാം. അതുപോലെ ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച ഈശ്വരന്റെ ശക്തി നമ്മളിലുമുണ്ട്. ഭാരതീയർ പറയുന്നു എല്ലാം ഈശ്വരന്റെ അവതാരങ്ങളാണ്. ഒരു പ്രസിദ്ധമായ സിദ്ധാന്തമുണ്ട്, അതിന് മഹാപുരുഷ സിദ്ധാന്തം എന്നാണ്. ഭാരതീയ സിദ്ധാന്തം അനുസരിച്ച് ഒന്ന് ദൈവത്തിന്റെ ഏജന്റും ഒന്ന് ചെകുത്താന്റെ ഏജന്റും ചെകുത്താന്റെ ഹോൾസെയിൽ പരിപാടിയുള്ള ആളും അല്ല. എല്ലാവരിലും ഈശ്വര ചൈതന്യമുണ്ട്. അതിന് പ്രസിദ്ധമായ വാക്ക് ത്യാഗരാജസ്വാമികളുടെ പ്രസിദ്ധമായ കീർത്തനമില്ലേ, എന്തരോ മഹാനുഭാവുലു അന്തരിക ബന്ധനമു. ഈശ്വരന്റെ സൃഷ്ടിയാണ് നമ്മളെങ്കിൽ, നമ്മൾ ഓരോരുത്തരും ഈശ്വരന്റെ സൃഷ്ടിയാണെങ്കിൽ ഈശ്വരൻ തന്നെയാണ് നമ്മൾ ഈശ്വരീയതയുണ്ട്. പക്ഷേ ഒന്നുണ്ട്, ഒരു ബൾബിൽ 0 വാൾട്ട് കാണും, ഒന്നിൽ 100 വാൾട്ട് കാണും, ഒന്നിൽ 110 കാണും, ഒന്നിൽ 1000 വോൾട്ട് കാണും. വോൾട്ടേജിന്റെ വ്യത്യാസമേ ഉള്ളൂ, സപ്ലൈക്ക് വ്യത്യാസമില്ല. അതുപോലെ എല്ലാവരിലും ഈശ്വരാനുഗ്രഹമുണ്ട്, ഈശ്വര ചൈതന്യമുണ്ട്. ചിലരിൽ കൂടുതലുള്ള വ്യക്തികളെയും നമ്മൾ പറയും ഇത് അവതാര പുരുഷനാണ്. ചില മഹാത്മാക്കൾ എന്ന് പറയില്ലേ, ജനിച്ച് മരിച്ച ഗാന്ധിയെ പോലും നമ്മൾ മഹാത്മാവെന്ന് പറയും. നമ്മൾ അച്ഛൻ ഈശ്വരനാണ്, അമ്മ ഈശ്വരനാണ്, മാതാപിതാ ഗുരു ദൈവം എന്ന് പറയും. എന്താ എന്നെ പഠിപ്പിച്ച രാമപിള്ള സാറ് എൻ്റെ അച്ഛൻ്റെ ചേട്ടനാ, ദൈവമാണ്. പക്ഷെ എനിക്ക് ദൈവമാണ്, എനിക്ക് എൻ്റെ അച്ഛൻ ദൈവമാണ്. നിങ്ങൾക്കോ മിസ്റ്റർ മാധവൻ നായർ, നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛൻ ദൈവമോ ദൈവത്തെ പോലെ ബഹുമാനീയനാണ്? എനിക്കല്ല. എനിക്ക് വിശ്വാസോ വാരസോ, എനിക്ക് അച്ഛനായിട്ട് ആരാധിക്കേണ്ട കാര്യമില്ല. ഇത്ര ഉദാരമാണ് ഭാരതത്തിന്റെ ഈശ്വര സങ്കല്പം. അതുകൊണ്ട് ഒന്നോ പലതോ എന്നുള്ള ചോദ്യമില്ല, മണ്ടത്തരമാണ്. ഏകദൈവത്തിന്റെ അനേക രൂപ വിശ്വാസം അഭിരുചിക്ക് താല്പര്യത്തിനനുസരിച്ച് ഇതറിഞ്ഞുകൂടാത്തത് കൊണ്ട് ആളുകൾ അതും പറയുകയാണ്. ദയവായി ഇത് കേൾക്കുന്നവരെങ്കിലും ഇനി ഈ മണ്ടത്തരം പറയല്ലേ. ദയാനന്ദ സരസ്വതിയല്ല, ആര് പറഞ്ഞാലും ശരി മണ്ടത്തരമാണ്, ദയവായി ഇത് പറയല്ലേ.